അങ്ങനെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കണ്ടു. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ വൺ ടൈം വാച്ചബിൾ മൂവി. ഒരു ഓവർ എക്സ്പെക്റ്റേഷൻസോ അല്ലെങ്കിൽ ഒരു മീഡിയ എക്സ്പെക്റ്റേഷൻസോ വെച്ചിട്ട് പടം കാണാതിരിക്കുക. പകരം ഒരു ലോ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് പടം കാണാൻ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം വർക്കാവും. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു പടം വർക്കായത്. ഇത് പറയാൻ കാരണം, ഈ ഒരു പടം കാണുന്നതിന് മുൻപായിട്ട് ഞാൻ ചില യൂട്യൂബേഴ്സിൻ്റെ മൂവി റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ട്വിറ്ററിലാണെങ്കിലും ചില ആൾക്കാരുടെ ഒപ്പീനിയൻസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്പെക്റ്റേഷൻ്റെ അളവ് കുറച്ചിട്ട് കാണുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നി. ലോ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് പോലും എനിക്കൊരു ഓക്കെ ഫീൽ എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഒരു മീഡിയം എക്സ്പെക്റ്റേഷൻസ് വെച്ച ആൾക്കാരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നത് ഊഹിക്കാനുള്ളൂ. അപ്പോൾ ഈ ഒരു പടം സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പടം അത്യാവശ്യം വർക്കാവുന്നേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു പടം എനിക്ക് ഓക്കെ ലെവൽ എന്ന രീതിയിലേക്ക് എത്തിയത്. പിന്നെ ഈ ഒരു പടത്തിൻ്റെ പ്ലോട്ട് നമ്മൾ കേട്ട് പഠിക്കിയ ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. അതിൽ ഒരു സയൻസ് ആഡ് ആക്കുന്നുണ്ട്. സയൻസ് ആഡ് ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ പടം നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിയിട്ടില്ല. പകരം ക്ലൈമാക്സ് കൊണ്ടുപോയിട്ട് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്ന് വെച്ചു, പടം അവസാനിപ്പിച്ചു. അതുകൊണ്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഒരു ഓക്കെ എന്ന രീതിയിലേ ഉള്ളൂ. പക്ഷേ അതേ സമയത്ത് മാനാടാണെങ്കിൽ തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് അറിയാം ഇങ്ങനത്തെ ഒരു ലൂപ്പ് ഉള്ളത് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുക. അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ആവും. പക്ഷേ ഇവിടെ ക്യൂരിയോസിറ്റി ഇല്ല. കേട്ട് വഴകിയ ഒരു കഥ, സോ അതിങ്ങനെ കണ്ടു നിൽക്കുന്നു. ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നു. ആ ട്വിസ്റ്റ് കണ്ടപ്പോൾ ഓക്കെ എന്ന രീതിയിലേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെങ്കട് പ്രഭുവിന് ഒരു ഫുൾ സ്റ്റോറി, അതായത് ഈ ഒരു പടത്തിൻ്റെ ഫുൾ സ്റ്റോറി ഒന്ന് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫ് ആക്കി മാറ്റുകയും ഇതിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഗോഡ് വേഴ്സസ് OG എന്നെല്ലാം പറഞ്ഞു. അതിനെ ഈ ഒരു പടത്തിൻ്റെ സെക്കൻഡ് ഹാഫായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ പ്ലോട്ട് വലിച്ചു നീട്ടിയിട്ട് ഒറ്റപ്പാടാക്കി മാറ്റിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയും വലിച്ചു കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പോയിരുന്നെങ്കിൽ ഇതിനേക്കാളും എത്രയോ ബെറ്റർ ആയേനെന്നാണ് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു പടത്തിൻ്റെ മുൻപുള്ള ഇൻ്റർവ്യൂസ് അതിലെല്ലാം പറഞ്ഞത് ഈ പടം ഒരു ഫാസ്റ്റ് പേസ്ഡ് ആണ്, ഒന്നും കട്ട് ചെയ്യാനൊന്നുമില്ല, ഭയങ്കര എൻഗേജിങ് ആയിരിക്കും, ഫോണൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പടം എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇതിനോടൊന്നും ഞാൻ ഒരു രീതിയിലും യോജിക്കുന്നില്ല. കാരണം പടം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പടം കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും. സോ പറഞ്ഞു വരുന്നത്, കണ്ടിരിക്കാൻ പറ്റുന്നൊരു വൺ ടൈം മൂവി എന്ന രീതിയിലാണ് പടമുള്ളത്. വെങ്കട് പ്രഭുവിന് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഈ ഒരു പടത്തെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്തോ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. യുവൻ ശങ്കർ രാജയുടെ പാട്ടെല്ലാമാണെങ്കിൽ അത്ര എക്സൈറ്റിംഗ് ആയിരുന്നില്ല. ഇൻട്രോ സോങ് പോലും തിയേറ്ററിൽ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചില ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യാവശ്യം നൈസായിരുന്നു. ഈ പടത്തിലെ DAGing അത്യാവശ്യം നൈസായിട്ട് എനിക്ക് തോന്നി. പിന്നെ AI യൂസ് ചെയ്തിട്ട് ചില കഥാപാത്രങ്ങളെ കാണിച്ചിട്ടുണ്ട്. വിജയൻ്റെ യങ്ങർ വേർഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു ഓക്കെ ലെവൽ എന്ന രീതിയിലാണുള്ളത്. കുറച്ചും കൂടി കഥ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ, അതായത് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലൊരു ഫോക്കസ് കൊടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പടം കിട്ടിയാണ്. ഇപ്പോൾ കുറേ ഫാൻ തിയറീസ് ഉണ്ട് ഈ ഒരു പടം റിലേറ്റഡ് ആയിട്ട്. അതിൽ ഏകദേശം കണക്റ്റായിട്ട് നിന്നത് ഈ ഒരു സിനിമ കഫേ ബൈ SK10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിലെ ഒരു ഫാൻ തിയറി ആയിരുന്നു. ആ ഒരു ഫാൻ തിയറീൻ്റെ ഒരു 50% ഈ ഒരു പടത്തിൽ കാണാൻ സാധിച്ചു. ബാക്കി 50 കൂടി ഉണ്ടായിരുന്നെങ്കിൽ പടം വേറെ ലെവലിലേക്ക് പോയേനെ. വെങ്കട് പ്രഭു അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല, മിസ്യൂസ് ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്തായാലും ഇതിന് രണ്ടാം ഭാഗം ഉണ്ടെന്ന് പറയുന്നു. ഉണ്ടോ ഇല്ലയോ എന്ന് തമ്പുരാൻ അറിയാം. ഇതിലും ഈ ഒരു പടം നിങ്ങൾ കണ്ട ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.